അത് ശരി. ഓ, ഓക്കെ. ജാഫറാ വിളിച്ചത്. എന്തു പറഞ്ഞു? ബീരാൻ സാഹിബ് ഞെരുക്കത്തിലാണ്. തൽക്കാലം സഹായമൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന്. അപ്പൊ അതും അങ്ങനെയായി. എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉടനെ ഉണ്ടാക്കിയേ പറ്റൂ. മേനോന്റെ പെട്ടിയിൽ ലക്ഷക്കണക്കിന് രൂപ ഇരിപ്പുണ്ടല്ലോ. രജനിക്കൊന്ന് ശ്രമിച്ചുകൂടി? ചോദിച്ചാൽ തരില്ല. മോഷ്ടിക്കാൻ പറ്റുകയുമില്ല. താക്കോലും വിഴുങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഉറങ്ങുന്നത്. ഇങ്ങനെ ഒരാളുണ്ടോ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? അദ്ദേഹം ജയിലിലാണെന്ന് ചന്ദ്രൻ അറിയാമല്ലോ. ഒരാപത്ത് വന്നപ്പോൾ ഒന്ന് സഹായിക്കാൻ നിങ്ങൾ ആരും വന്നില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ഇതുവരെ വന്ന് അന്വേഷിച്ചില്ലല്ലോ. ക്ഷമിക്കണം ചേച്ചി, ഞാനൊരു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായിരുന്നു. ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഏതായാലും കഴിഞ്ഞു. ഒരു സന്തോഷ വാർത്ത ചേച്ചി അറിയിക്കാനാണ് ഞാൻ വന്നത്. എന്താണ്? രാജേട്ടൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങും. ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരും. ബെല്ലടിച്ചു, ഞാൻ വരട്ടെ. ശരി, നമുക്ക് നാളെ കാണാം. നിർമ്മലേ, കരയാതെ. നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു അഗ്നിപരീക്ഷ കൂടി കഴിഞ്ഞു. ഇത്ര വലിയ മനസാന്നിധ്യത്തോടെ നീ അത് നേരിട്ടതാണ് എന്റെ വിജയം. കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് ഞാൻ എങ്ങനെയാ കഴിഞ്ഞെന്നറിയാമോ? ചന്ദ്രൻ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു. ഇനി അങ്ങ് മറ്റെന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എന്റെ കടമ ചെയ്തു. പക്ഷേ പല വലിയ ആളുകളും ചേർന്ന് എന്നെ കുരുക്കിലാക്കി. അവരെ ഭയന്ന് ഞാൻ ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ അത് ആണത്വമാണ്. സ്വന്തം രക്ഷയെ കരുതിയാണ് ഞാൻ പറയുന്നത്. യുദ്ധക്കളത്തിൽ വെടിയേറ്റ് വീണിട്ട് എന്റെ കൈപ്പത്തി മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. ഈ ജീവൻ ദൈവം എടുക്കാതിരുന്നത് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാനുള്ളെന്ന് ആർക്കറിയാം. ഈ ചിരിയാണ് എന്റെ ഏറ്റവും വലിയ സ്വത്ത്. ഇത് മായാതിരുന്നാൽ ഞാൻ ഒരിക്കലും തോക്കൂല. പിന്നെ എന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. ആരെ? മാസുവല്ലോ? എവിടെ? ഇവിടെ വന്നിട്ടില്ല. ഈ നാട്ടിലെവിടെയോ ഉണ്ട്. എനിക്കൊരു കത്ത് വന്നു. ചേട്ടൻ പണം തട്ടിയെടുത്തോണ്ട് കടന്നു കളഞ്ഞു എന്ന് പറയുന്നത് നുണയാണ്. ആരും ചതിച്ചതാ. ഓഹോ, പാവം. സത്യം പറഞ്ഞാൽ ഇപ്പൊ കയ്യിൽ കാശൊന്നും ഇല്ലാതെ കടന്ന് വിഷമിക്കാണ്. ഒന്നുമില്ലെങ്കിലും അവനെന്റെ അളിയനല്ലേ. രജനി, നീ ഒരു കാര്യം ചെയ്യ്. ആരുടെയും കണ്ണിപ്പെടാതെ അവൻ ഇവിടെ വരാൻ നീ ഒരു എഴുത്ത്. ഇവിടെ വരാനോ? അത് തന്നെ. അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാൽ 50,000 രൂപ കിട്ടും. എഴുന്നേൽക്കൂ. കാപ്പി. നേരത്തെ എഴുന്നേറ്റ് കുളിച്ചൊരിക്കണം. ഇന്നലെ താമസിച്ചല്ലോ ഉറങ്ങിയത്, അതുകൊണ്ട് അല്പം നീട്ട. എത്ര മണി മുതൽ ഓർഫനേജിലെ ഡ്യൂട്ടി? കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലിയില്ലേ, അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകും. സന്ധ്യയാകുമോ വരാൻ? 7-7:30 മണിയാവും. ഈ ജോലി വേണ്ടായിരുന്നു. വേണ്ടെന്ന് വെച്ചാ പറ്റുമോ? ഈ ജോലി കിട്ടിയതുകൊണ്ടാണ് 6 മാസം ആരും ബുദ്ധിമുട്ടിപ്പിക്കാതെ കഴിഞ്ഞത്. എന്നിട്ടും വാടക കുടിശ്ശിയായി. ഈ ബുദ്ധിമുട്ടെല്ലാം മാറും നിർമ്മലേ. എനിക്കൊരു നല്ല ജോലി കിട്ടാതിരിക്കില്ല. കിട്ടുന്നത് വരെ ഞാൻ ഈ ജോലി ചെയ്യട്ടെ.
ഒരു വിശ്രമവുമില്ലാത്ത ജോലി. എന്നാലും മനസ്സുകൊണ്ട് പ്രസവിക്കാത്തൊരമ്മയാണ് ഞാൻ. ഒരു കുഞ്ഞിന്റെ അല്ല, അനേകം അനാഥ കുഞ്ഞുങ്ങളുടെ. ആ, ഇതെന്താ? ഒരു പുതിയ ടേപ്പ് റെക്കോർഡറും ക്യാമറയും. ഇൻഷുറൻസിൽ നിന്ന് ലോൺ കിട്ടി, ആ പണം കൊണ്ട് വാങ്ങിയതാ. ഞാനിനി ഈ ജോലിക്ക് പോകണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞാലും പോകുമെന്ന് എനിക്കറിയാമല്ലോ. ഇത്ര ഔചിത്യത്തോട് തന്ന ഈ സമ്മാനത്തിന് ഒരു പ്രതിസമ്മാനം വേണ്ടേ? നോ, അത് വിശദമായിട്ട് വൈകിട്ട് തന്നാൽ മതി. എഴുന്നേറ്റ് കുളിച്ചാട്ടെ. കാപ്പിയും പലഹാരവും മേശപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് പോകാവൂ. വരട്ടെ. ഈ പദ്ധതി ശരിക്കും നടപ്പിലാക്കിയാൽ മേനോന്റെ പെട്ടിയിലിരിക്കുന്ന പണം അയാൾ തന്നെ എടുത്ത് തരും. എന്തെങ്കിലും സംശയം തോന്നിയോ ഏട്ടാ? സംശയം തോന്നാത്ത എന്ത് ചെയ്യണം? പക്ഷേ അതിന് പറ്റിയൊരാളെ കണ്ടുപിടിക്കണം. അവൻ വിശ്വസ്തനല്ലെങ്കിൽ എല്ലാം കുഴപ്പത്തിലാവും. തമ്പുരാനെ, ഭയപ്പെട്ടാൽ ഒന്നും നടക്കില്ല. ചവിട്ടി കയറിയവനെ ഉയരത്തിലെത്തിയിട്ടുണ്ട്. സംഗതിയൊക്കെ ശരിയാ, പക്ഷേ പൂച്ചയുടെ കാര്യത്തിൽ ആര് മണികെട്ടും? പറ്റിയൊരാളെ കണ്ടുപിടിക്കാമെന്ന് ഞാനും നോക്കട്ടെ. ചോറ് വിളമ്പി വെച്ച് കാത്തിരുന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയി. എനിക്കൊന്നും വേണമെന്നില്ല. ശകലം വല്ലതും കഴിച്ചിട്ട് കിടക്കാം. നീ വല്ലതും കഴിച്ചു? വന്നിട്ട് കഴിക്കാമെന്ന് കരുതി. 6 മാസം ഒറ്റയ്ക്ക് ആഹാരം കഴിച്ചു. ഇനി വയ്യ. 6 മാസം 6 വർഷം പോലെയാണ് ഞാൻ ജയിലിൽ കഴിച്ചത്. വേർപാടിന്റെ വേദന എന്താണെന്ന് അന്നാണ് ഞാൻ അറിഞ്ഞത്. എന്താ എത്ര താമസിച്ചത്? ഉദ്യോഗം തിരക്കി പല സ്ഥലത്തും പോയി. എന്നിട്ടെന്തായി? ഞാൻ ജയിലിൽ പോയി വന്നതുകൊണ്ട് ചിലർക്കൊക്കെ ഒരതിർത്തി. സാരമില്ല, 1000 വാതിലുകളിലെ മുട്ടാൻ ഏതെങ്കിലും ഒന്ന് തുറക്കും. നീ ധൈര്യമായിരിക്കുക. ഏതായാലും പോയി കൈ കഴുകിയിട്ട് വരൂ. വല്ലതും കഴിക്കാം. ആശാനെ, ഇത് ഞാനാ ബാബു. പണ്ട് ആശാനോട് ജയിലുണ്ടായിരുന്നല്ലേ? ബാബു? അതെ ആശാനെ. ഇതാ. താങ്ക്സ്. ഇതാ. എന്തിനാ ഇത്? എന്തൊരു സമ്മാനം. നഷ്ടപ്പെട്ട മാല തിരിച്ചു കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അത് തന്നെയാ എനിക്കുള്ള സമ്മാനം. ചെയ്ത ഉപകാരത്തിന് ഒരു നന്ദിയായിട്ടെങ്കിലും. കൂലിക്ക് വേണ്ടിയല്ല ഞാനിത് ചെയ്തത്. എന്റെ ആശാനെ അങ്ങനെയൊന്നും വിലക്ക് മേടിക്കാൻ പറ്റില്ല പെങ്ങളെ. പെങ്ങള് വേഗം വീട് പറ്റാൻ നോക്കും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. വരട്ടെ. ഏതാടാ സ്ത്രീ? ആർക്കറിയാം? നീ എങ്ങനെ ഇവിടെ വന്നു? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നു. സത്യത്തിൽ ഇപ്പൊ ഇവിടെ വരേണ്ട ഒരു കാര്യവും എനിക്കില്ല. ആശാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഈശ്വരൻ എന്നെ ഇങ്ങോട്ട് എത്തിച്ചായിരിക്കും. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നിനക്ക് വേലയില്ല, വരുമാനമില്ല, പക്ഷെ എങ്ങനെ ജീവിക്കുന്നു? ഈ നാട്ടിൽ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആശാനെ. ആവശ്യത്തിലേറെ പണവും പോക്കറ്റിട്ടുകൊണ്ടാണ് പലരും റോഡെ നടക്കുന്നത്. അവന്മാര് ചിലർ ബസ്സിലും കയറും.
അപ്പൊ പാക്കറ്റടിയാ ബിസിനസ്? ഏയ്, വല്ലവന്റെ മുഖത്തിൽ കയറുന്നത് കുറഞ്ഞ പണിയല്ലേ ആശാനെ? ഇത് കണ്ടോ, പോക്കറ്റ് ഞാൻ ഇനി വെട്ടിയെടുക്കും. ഇടാ ഭയങ്കര. ആശാനെ, പാവപ്പെട്ടവന്റെ 10 പൈസ ഞാനിതുവരെ എടുത്തിട്ടില്ല. എന്റെ നോട്ടം മറ്റവനാ, ബ്ലാക്ക് മണി. ആശാനെ വാച്ച് കണ്ടു, ഇതെങ്ങനെ അടിച്ചെടുത്തെന്ന് അറിയാവോ? ഭാര്യ. കാപ്പി. ഇത് എന്റെ ഭാര്യ നിർമ്മല. ഇതാണ് ബാബു. ഞാൻ പറഞ്ഞിട്ടില്ലേ ജയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന്? ഓ, ഒരു കുറ്റവും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അല്ലേ? ഏയ്, ഞാനൊരു ഒറ്റ കൂത്തിനവളെ. ഒറ്റ കുത്തിന് ഇവനൊരാളെ കൊല്ലുമെന്ന് പറഞ്ഞു. ആരോ പോയി ആളെ കുത്തിയും കൊന്നു. ഇവൻ കുരുക്കലുമായി. എന്തൊരു കഷ്ടമാണ് നോക്കണേ. എടാ, നീ കാപ്പി കുടിക്ക. എടാ ഫൂളെ, ജയിൽ പോകുന്നവല എന്നെ പോലെ കുരുക്കിലാകുന്നവരാണെന്ന് അവൾ വിചാരിച്ചിരിക്കുന്നത്. ആശാനെ, അത് ഞാൻ അറിഞ്ഞു. ഹലോ, എങ്ങോട്ടാണ്? നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലേ? ഓ, അന്നത്തെ മാല. ആ, അത് തന്നെ. എന്താ ഇവിടെ നിൽക്കുന്നത്? എന്റെ വണ്ടിയുടെ ടയർ പഞ്ചറായി, ഒന്ന് മാറ്റിയിടുകയാണ്. എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഒരു ജോലി തേടി നടക്കുകയാണ്. അതിനുവേണ്ടി ഒരാളെ കാണാൻ പോയിരുന്നു. ഞാനൊരു ജോലി തന്നാൽ സ്വീകരിക്കാവോ? മനസ്സിലായില്ല. ഒരു പിടിച്ചുപറിക്കാരിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു. അന്നേ എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നി. നിങ്ങൾ ജോലിക്ക് വേണ്ടി അലയുകയാണെങ്കിൽ ഞാൻ പറ്റിയൊരു ജോലി തരാമെന്നാ പറഞ്ഞത്. എന്താ ജോലി? അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം. പോരെ? ശരി. എങ്കിൽ വരൂ. രാജേന്ദ്രൻ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? എനിക്ക് നേരത്തെ അറിയാം. ബുദ്ധിയും തന്റേടമുള്ള നിങ്ങളെ എനിക്ക് ആവശ്യമാണ്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരൻ ബാബുവിനെ. അവനങ്ങനെ സ്ഥിരമായ ഒരു താവളമില്ല, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ബാബു ഇവിടെ ഉണ്ട്. മിസ്റ്റർ ബാബു, നീ എങ്ങനെ ഇവിടെ എത്തി? ആശാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ആര് പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. ഇനി കാര്യം പറയാം. നിങ്ങൾ പണത്തിന് ബുദ്ധിമുട്ടുന്നതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വന്നത്. അത് പിന്നെ സാരമില്ല. ഞാൻ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ്. അത് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ തരും. 5 ലക്ഷം രൂപയോ? എന്താ പോരെ? അല്ല, ജോലി എന്താണെന്ന് അറിയാതെ. ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ജോലിയാണ്. നിങ്ങളൊന്ന് ഫോണിൽ സംസാരിക്കണം. അതിന് 5 ലക്ഷം രൂപയോ? എക്സ്ക്യൂസ് മീ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒരു പിടിയും കിട്ടണ്ട ആശാനെ. ഞങ്ങൾ ആരോടും എപ്പോ വേണമെങ്കിലും ഫോണിൽ സംസാരിക്കാം. വേണമെങ്കിൽ നല്ല കല്ല് വെച്ച തെറിയും പറയാം. ഉണ്ടായിരിക്കട. എന്റെ ഭർത്താവ് ഈ നാട്ടിലൊരു കോടീശ്വരനാണ്, കേട്ടിരിക്കും. മിസ്റ്റർ ഗിരിജാ വല്ലഭ മേനോൻ. അയ്യോ, അദ്ദേഹം ഇന്റർനാഷണൽ എക്സ്പോർട്ടർ അല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ 2ാമത്തെ ഭാര്യയാണ്. പേര് രജനി. നിറത്തിനൊത്ത പേര്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയിൽ ഒരു മകളുണ്ട്, വീന. അവളെ നിങ്ങൾ കടത്തിക്കൊണ്ടു പോകണം. 10 ലക്ഷം രൂപ തന്നാൽ മകളെ വിട്ടുതരാമെന്ന് മേനോന് നിങ്ങൾ ഫോൺ ചെയ്യണം. സന്തോഷം. പോകാം. ആശാനെ, തിരുപിടി നമുക്ക് പോകാതെ. രൂപ 5 ലക്ഷം. നിങ്ങളുടെ ഭർത്താവിനെ തപ്പിക്കൊണ്ട് പോയാൽ മതിയോ? അതുകൊണ്ട് പ്രയോജനമില്ല. പരമലുബ്ധനാണ് അദ്ദേഹം. പക്ഷേ മകളെന്ന് വെച്ചാൽ ജീവനാണ്. അവളെ കുരുക്കിലാക്കിയാലേ കാര്യം നടക്കും. മിസ്സിസ് മേനോൻ ക്ഷമിക്കണം, ഇത് വകുപ്പ് കിഡ്നാപ്പിംഗ് ആണ്. വീണ്ടും ജയിലിൽ പോയി മൂട്ടകടി കൊള്ളാൻ ഞാനില്ല. കടി ഞാൻ കൊണ്ടുപോകണം ആശാനെ. നീ നിന്റെ കൈ. മിസ്റ്റർ രാജേന്ദ്രൻ, പണം ഉണ്ടാക്കാൻ വേണ്ടി വീണയും ഞാനും കൂടി ഇട്ടൊരു പരിപാടിയാണിത്. അവളവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ രഹസ്യമായി താമസിക്കും. അവൾ നിങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും 10 ലക്ഷം രൂപ തന്നാൽ അവളെ വിട്ടയക്കാമെന്നും നിങ്ങൾ മേനോന് ഫോൺ ചെയ്യണം.
അദ്ദേഹം പണവുമായി വരും. നമ്മൾ പണം വാങ്ങുന്നു, പെണ്ണിന്റെ സ്ഥലത്തുണ്ടെന്ന് പറയുന്നു, 5 മണീസുമായി നമ്മൾ പോകുന്നു. That's all. 50-50. ഞാൻ വിചാരിച്ചു ആ കുട്ടിയെ ഞങ്ങൾ തന്നെ കടത്തിക്കൊണ്ടുപോകേണ്ടി വരുമെന്ന്. ഹേയ്, അത് വേണ്ട. പക്ഷെ പല പ്രശ്നങ്ങളും ഇതിലുണ്ട്. ആദ്യമായി നിങ്ങളുടെ മകളുടെ അഭിപ്രായം ഞങ്ങൾക്കൊന്ന് അറിയണം. എന്റെ അഭിപ്രായമാണ് അവളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് നേരിട്ട് ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം. അതിന്റെ ആവശ്യമില്ല. ഉണ്ട്. മേഡം, എക്സ്ക്യൂസ് മീ. ആശാനെ, കാശിന് അത്യാവശ്യമുള്ള സമയമല്ലേ, വരും വരാതി ഒന്നും നോക്കണ്ടേ? നീ ഒന്ന് അടങ്ങുന്നില്ലേ? എല്ലാം മനസ്സിലാക്കിയിട്ട് എടുത്ത് ചാടാം.